Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കാൻ പോവാണ്. സോ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, എക്സാമിൻ്റെ തലേ ദിവസം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സും അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ ഈ ഒരു സബ്ജക്റ്റിലെ ചങ്ക് ചാപ്റ്റേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്പർ 1 ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആദ്യത്തെ ചാപ്റ്റർ. ദെൻ സെക്കൻഡ് മൊഡ്യൂള് അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, അതിലൊരു 2-3 ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അമാൽഗമേഷൻ എന്ന് വെച്ചാൽ മെർജർ അക്യൂസിഷൻ, പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ദെൻ ലിക്വിഡേഷൻ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ കൂടെ HR അക്കൗണ്ടിങ് കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇത്ര ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലീസിങ് ആണ്. സോ നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എക്സ്റ്റേണലിൽ മാത്രം 60 ഗ്രേഡ് പോയിന്റ് എഴുതി ലഭിച്ചാലേ പാസ്സാകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം 3 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ പാർട്ട് എയും സിയും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാർട്ട് എയും സിയും ആണ് നമ്മുടെ പിടിവള്ളി ആയിട്ടുള്ള പാർട്ടുകൾ. കാരണം ഈ 2 പാർട്ടിലും പലപ്പോഴും ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമുക്കൊരു പരിധി വരെ പ്രതീക്ഷിക്കാം. പാർട്ട് എയിലെ 7 ചോദ്യങ്ങളിലെ 4 ചോദ്യങ്ങൾ റിപ്പീറ്റും 3 ടഫുമായിരിക്കും. അതിൽ ഒരു പ്രോബ്ലം, ബാക്കി 6 തിയറി ചോദ്യങ്ങളാണ് വരാറ്. പാർട്ട് സിയിലാണെങ്കിൽ 4 എസ്സേയിൽ 3 പ്രോബ്ലവും 1 തിയറിയാണ് വരാറ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 7 ചോദ്യങ്ങൾ പാർട്ട് എയിലത്തെ അതിൽ 4 കിട്ടാനൊരു പാടില്ല. മിക്ക പേപ്പറിലും ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി എല്ലാ ചാപ്റ്ററിലെയും ബേസിക് കൺസെപ്റ്റ് ആണ് നമുക്ക് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറ്. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ദെൻ ഈ പറയുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുകൾ എന്തൊക്കെയാണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, ഇങ്ങനെ ഒരു 3-4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 വരെ അവരിടും. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിൽ നിന്നാവട്ടെ, അവിടെ അമാൽഗമേഷൻ, മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, മെർജറിൽ തന്നെ പല ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ബിസിനസ് കോമ്പിനേഷൻ എന്താണ്, ദെൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ചാപ്റ്ററിൽ റിപ്പീറ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ലിക്വിഡേഷൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, ലിക്വിഡേഷൻ എന്താണ്, അതിൽ 2 ടൈപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, കമ്പൽസറി വൈൻഡിങ് അപ്പ് ഉണ്ട്. എന്താണ് കൺസെപ്റ്റ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, ലിക്വിഡേറ്റർ ആരാണ്, ഇങ്ങനെ ചോദ്യങ്ങൾ ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ പിന്നെ തിയറി വരുന്നതാണ് നമുക്ക് ടാക്സേഷൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ 2 ചോദ്യങ്ങളാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ്, കറന്റ് ടാക്സ് എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് ലീസിങ്ങിലോട്ട് പോകുമ്പോൾ ലീസിങ് എന്താണ്, ഡയറക്ട് ലീസ് എന്താണ്, ദെൻ ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസാ. ദെൻ HR അക്കൗണ്ടിങ് എന്താണ്, മോഡേൺ കൺസെപ്റ്റ്സിലെ ഫോറൻസിക് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും 1-2 നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്, അതിൽ പിന്നെ CPPA, CCA, ഈ മെത്തേഡുകളെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊരു 4 എന്തായാലും കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് അവിടെ. അതിനുശേഷം എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രോബ്ലം പഠിച്ച കുട്ടികളാണെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുക.
അതല്ലെങ്കിൽ ആദ്യം തിയറി ഒന്നും കഴിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്, പ്രോബ്ലം പഠിച്ചവർ അതന്നെ ഫോക്കസ് ചെയ്യുക നല്ല മാർക്ക് കിട്ടാൻ. അതല്ലെങ്കിൽ തിയറിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ ചിലപ്പോൾ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം തിയറി ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ വരുന്നൊരു 3-4 ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഫോറൻസിക്, അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പ്രോ ആക്റ്റീവ്, ഇതൊക്കെ ഷോർട്ട് ആക്കിയിട്ട് എഴുതുക ഒരു എസ്സേ ഭാഗത്തിന്. അതല്ലെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മറ്റൊരു ചാപ്റ്ററാണ് HR അക്കൗണ്ടിങ്, അത് സെപ്പറേറ്റ് തിയറിക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ലീസിങ് തിയറിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ള തിയറി ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ്സേ അങ്ങനെ ലഭിക്കും. അതിനധികം സമയം വേണ്ട. പിന്നെ നമുക്ക് 3 പ്രോബ്ലം ആണ് എസ്സേക്ക് വരുന്നത്. ഹോൾഡിംഗ് കമ്പനി, അത് നിങ്ങൾ പ്രോബ്ലം തന്നെ പഠിക്കണം എസ്സേക്ക്. പിന്നെ അമാൽഗമേഷൻ, അതിൽ നിന്ന് ഒരെണ്ണം. പിന്നെ കൂടുതൽ നമുക്ക് പ്രോബ്ലം വരുന്നത് ലിക്വിഡേഷൻ അല്ലെങ്കിൽ ലീസിങ് ആണ്. അപ്പോൾ അങ്ങനെ 4 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ബാക്കി 3 എസ്സേ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലിക്വിഡേറ്ററുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കി ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെക്കുക. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ പറഞ്ഞ അമാൽഗമേഷൻ എന്തായാലും ഉണ്ടാവും, ഹോൾഡിംഗ് കമ്പനി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ഹോൾഡിംഗ് കമ്പനി പഠിക്കുക, പിന്നെ ഈ പറഞ്ഞ തിയറി ഏരിയസ് പഠിക്കുക. അങ്ങനെ നമുക്ക് പാർട്ട് ബിയും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ രണ്ടും കൂടിയിട്ട് അതിൻ്റെ ഒരു പകുതി മാർക്ക് മതി. ഇപ്പോൾ രണ്ട് എസ്സേ എഴുതി കഴിഞ്ഞാൽ 10 വെയിറ്റേജ് ടോട്ടൽ വരുന്നത്. രണ്ടും കൂടിയിട്ട് ഒരു 5 വെയിറ്റേജ് കിട്ടിയാൽ തന്നെ നമുക്കൊരു പകുതി ആശ്വസിക്കാം. പിന്നെ പാർട്ട് എയും കൂടി ആവുകയാണെങ്കിൽ നമ്മളവിടെ പാസ് മാർക്കിൻ്റെ അടുത്തേക്ക് എത്തി. പിന്നെ നമുക്ക് പാർട്ട് ബിയിൽ വരുന്നതും 4 തിയറി 3 പ്രോബ്ലംസ് ആണ്. അതിൽ പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, പിന്നെ ലീസിങ് എസ്സേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടേക്ക് ഉണ്ടാവും. പിന്നെ എസ്സേക്ക് ലിക്വിഡേഷൻ്റെ ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ടാക്സേഷനിലത്തെ പ്രോബ്ലം 3 വെയിറ്റേജിന് ചിലപ്പോൾ വരാറുണ്ട്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ഇടാറുണ്ട് ലാസ്റ്റ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ. ബട്ട് അതിനേക്കാൾ ഉപരി കുട്ടികൾ പാർട്ട് ബിയിൽ തിയറി കൂടുതൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയും പിന്നെ സിയും എസ് എന്തായാലും നന്നായിട്ട് എഴുതണല്ലോ, ഇത് രണ്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ബിയിലത്തെ കൂടുതൽ പ്രോബ്ലംസിലോട്ട് പോകുമ്പോൾ അവർക്ക് സമയമില്ലാണ്ടാവുമ്പോൾ മെജോറിറ്റി കുട്ടികളെ 4 തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നോക്കും, നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, ലിക്വിഡേഷൻ, ലീസിങ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് കേട്ടോ. സമയം അധികം വേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഡയറക്റ്റ് ചോദ്യങ്ങൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റാത്ത ചോദ്യങ്ങൾ ബാക്കി 1-2 ഒക്കെ തിയറിയിലോട്ടും നിങ്ങൾ പോവാം. ആ തിയറിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ എസ്സേക്ക് പഠിക്കാൻ പറഞ്ഞ പല തിയറി ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ പാർട്ട് എയിലോട്ടും പാർട്ട് സിയിലോട്ടും ഫോക്കസ് ചെയ്യുക. അതിന് സപ്പോർട്ടീവായിട്ടുള്ള പല ചോദ്യങ്ങളും പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പുഷ്പം പോലെ നാളത്തെ എക്സാം പാസ്സായിരിക്കും. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ച് കനുള്ള പേപ്പറാണ് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക. ഒന്നും കഴിയാത്തവരെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് ചാപ്റ്റർ, HR അക്കൗണ്ടിങ്, പിന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക് തിയറീസ് അത് നോക്കി വെക്കുക ഫസ്റ്റ് തന്നെ. അതിനുശേഷം പ്രോബ്ലംസ്, അത് ഹോൾഡിംഗ് കമ്പനി, ലിക്വിഡേഷൻ, ഇതിലോട്ടൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇതൊക്കെ കമ്പൽസറി ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് സപ്പോർട്ടീവായിരിക്കും. ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത്. ലീസിങ് നോക്കാം, അതിൽ എസ്പെഷ്യലി ഫിനാൻഷ്യൽ ലീസ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി ഇന്ന് 7:30 എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും. ഓടിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ, അതിന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.